പട്ടികജാതി വികസന വകുപ്പിന് 1801.60 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1435 കോടി രൂപയും ഉൾപ്പെടെ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള പട്ടികജാതി ഉപപദ്ധതിക്കായി ആകെ 3236.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 114.9 കോടി രൂപ അധികമാണ്. പട്ടികജാതി ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 25 കോടി രൂപയും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്കായി 55 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ 73 കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനുള്ള അധിക സംസ്ഥാന സഹായ പദ്ധതിയുടെ വിഹിതമായ 221.47 കോടി രൂപ ഉൾപ്പെടെ പട്ടികജാതി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികൾക്കായിട്ട് 294.47 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സഹായത്തിന് 242 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംഘടിത തൊഴിൽ മേഖലയിൽ വിവിധ വികസന വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിവിധ പദ്ധതിക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് 17 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ ബിസിനസ് സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനായിട്ട് സമൃദ്ധി കേരളം പദ്ധതിക്ക് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു. ഭൂപരിരഹിതരായ 5000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് 170 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച ഭവനങ്ങളുടെ മെച്ചപ്പെടുത്തലിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി ആവിഷ്കരിച്ച സേഫ് പദ്ധതിക്ക് 240 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്കീലീൻ എന്നീ വിഭാഗങ്ങൾക്ക് പുനരധിവാസത്തിനും സാമ്പത്തിക ഉന്നമനത്തിനുമായുള്ള വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 51 കോടി രൂപ വകയിരുത്തുന്നു. 1 ലക്ഷം രൂപ വരെയുള്ള കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹ സഹായ പദ്ധതിക്കായി 88 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 55 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന പട്ടികവർഗ ഉപപദ്ധതിക്ക് 1020.44 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 46.31 കോടി രൂപ ഇത് അധികമാണ്. പട്ടികവർഗ വികസന വകുപ്പ് മുഖേന 804.70 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 215.74 കോടി രൂപയും ചെലവഴിക്കുന്നതാണ്. വിദ്യാവാഹിനി പദ്ധതിക്കായി 30 കോടി രൂപയും പട്ടികവർഗ്ഗക്കാരുടെ വരുമാനദായക ഉദ്യോഗ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും വയ്ക്കുന്നു. ട്രൈബൽ പ്ലസ് പദ്ധതിക്ക് 35 കോടി വെക്കുന്നു. ഏകലവ്യ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയ്ക്കായി 60 കോടി രൂപ വെക്കുന്നു. സർ, പട്ടികവർഗ്ഗക്കാരിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിന് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് 32 കോടി രൂപ വകയിരുത്തുന്നു. അപൂർണമായ പട്ടികവർഗ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി 70 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ ഉപപദ്ധതിയിലെ കോർപ്പസ് ഫണ്ടിനായി 46 കോടി വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 6 കോടി അധികമാണ്. സർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ആകെ 278.82 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 12 കോടി രൂപ അധികമാണ്. കേരള സംസ്ഥാന പരിവർത്തിത വികസന കോർപ്പറേഷൻ 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, അർഹരായ മറ്റ് സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സഹായം, പോസ്റ്റ് മെട്രിക് സഹായം എന്നീ 2 വിഭാഗങ്ങളിലെ യഥാക്രമം 5 കോടി രൂപയും 40 കോടി രൂപയും ഉൾപ്പെടെ ആകെ ധനസഹായമായി 45 കോടി രൂപ വകയിരുത്തുന്നു.